സർവകലാശാലകളെ കാവ്യവത്കരിക്കുന്ന ആസൂത്രിത നീക്കത്തിനെതിരെ ക്യാമ്പസുകളിൽ പ്രതിഷേധം ശക്തമാകുന്നു. ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ബാനർ എഴുത്ത് മത്സരം സംഘടിപ്പിച്ചാണ് എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI വിദ്യാർത്ഥി യൂണിയൻ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ചേതൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ചേതൻ, സംസ്ഥാനമൊട്ടാകെ SFIയുടെ പ്രതിഷേധം ശക്തമായിട്ട് മുൻപോട്ട് പോവുകയാണ്. അത് എറണാകുളം ജില്ലയിലും അങ്ങനെ തന്നെയായിരുന്നു എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. അതേ പ്രിയ, എറണാകുളം ജില്ലയിലും ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധം ആഞ്ഞടിക്കുകയാണ്. പ്രത്യേകിച്ച് ക്യാമ്പസുകളിലും അതുപോലെ തന്നെ ഇടത് യുവജന പ്രസ്ഥാനങ്ങളും ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധം വളരെ ശക്തമാക്കിയിരിക്കുകയാണ്. ഇന്നലെ ഞങ്ങൾക്ക് വേണ്ടത് ചാൻസലറിനല്ല ഞങ്ങൾക്ക് വേണ്ടത് ചാൻസലറെയാണ്, സവർക്കറെയല്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് SFI മഹാരാജാസ് ഇന്നലെ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. അതുപോലെ തന്നെ മഹാരാജാസിൽ ബാനർ എഴുത്ത് മത്സരവും ചാൻസലറുടെ ഈ ഏകാധിപത്യ നടപടിക്കെതിരെ ബാനർ എഴുത്ത് മത്സരവും സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ എല്ലാ കോളേജുകളിലും കലാലയത്തിലും ഈ ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തുറ RLB കോളേജ്, സംസ്കൃത കോളേജ്, ആർട്സ് കോളേജ്, കാലടി ശ്രീശങ്കര കോളേജ്, കളമശ്ശേരി സെൻസ് പോൾ കോളേജ്, ഗവൺമെൻറ് ജനറൽ പോളിടെക്നിക്, അതുപോലെ വനിതാ ഗവൺമെൻറ് പോളിടെക്നിക് എന്നിവരിലൊക്കെ SFIയുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഉയർന്നു വരുന്നൊരു ചോദ്യം, അതായത് കേരളത്തിൽ മറ്റൊരു വിദ്യാർത്ഥി സംഘടന, അതിനാണ് KSU ഈ വിഷയത്തിൽ ഒരു മറുപടി പോലും പറയുന്നില്ല, അവരുടെ നിലപാട് വ്യക്തമാക്കുന്നില്ല. അവർ നിലപാടിൽ നിന്ന് ഈ വിഷയത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ നിലപാട് വ്യക്തമാക്കാത്തത് എന്നാണ് SFI ഈ വിഷയത്തിൽ ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഇടത് യുവജന സംഘടനയായ DYFIയും ഈ വിഷയത്തിൽ പ്രതിഷേധം എറണാകുളം ജില്ലയിൽ ശക്തമാക്കിയിരിക്കുകയാണ്. സംഘി ചാൻസലർ കേരളം വിടുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് DYFIയുടെ പ്രതിഷേധം. അതുപോലെ തന്നെ ആരിഫ് മുഹമ്മദ് ഖാന്റെ കോലം ഇന്നലെ കത്തിച്ചിട്ടുണ്ട്. മേഖലാ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇന്നലെ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. ഇന്നലെ ജില്ലാ സെക്രട്ടറി DYFI ജില്ലാ സെക്രട്ടറി AR രഞ്ജിത്താണ് ഇന്നലെ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ തൃക്കാക്കരയിലും മൂവാറ്റുപുഴ കച്ചേരി താഴത്തും DYFIയുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം, ഈ വിദ്യാർത്ഥികളിൽ നിന്ന് എടുക്കുന്ന ഈ മഹാരാജാസ് കോളേജ് ധാരാളം കണ്ണൂർ സ്വദേശികൾ പഠിക്കുന്നുണ്ട്. അവരൊക്കെ ചോദിച്ചത്, ഞങ്ങളുടെ നാടിനെ എന്തിനാണ് ഈ വിഷയത്തിൽ വലിച്ചഴിച്ചത്? ഞങ്ങളുടെ നാടിനെ ബ്ലഡി കണ്ണൂർ, അതായത് നമുക്കറിയാം കേരളത്തിലെ അതിപ്രഗത്ഭരായ EK നായനാർ അടക്കം അതിപ്രഗത്ഭരായ മുഖ്യമന്ത്രിമാരെ സംഭാവന ചെയ്ത ജില്ലയാണ് കണ്ണൂർ. ഈ ഒരു മേഖലയെ തന്നെ പൂർണ്ണമായും അടച്ചാക്ഷേപിക്കുകയാണ് ഗവർണർ ചെയ്തിരിക്കുന്നതെന്നാണ് വിദ്യാർത്ഥികളും അതുപോലെ ഇടത് യുവജന സംഘടനകളും പറഞ്ഞിരിക്കുന്നത്. ശരി, എറണാകുളം ജില്ലയിലും ഗവർണർക്കെതിരായ ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാനെതിരായ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുന്നു SFI. ഇന്നും അതിൻ്റെ അലയൊലികൾ കാണാനും സാധിക്കും. വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്ന് ചേതൻ സാജൻ നൽകിയത്.